നല്ല പടമാണ്. പിന്നെ ഇതിനൊരു പൊൻതോലും കൂടിയാണ്. വൻ തിരിച്ചുവരവനെയാണ്. അയ്യോ, നിവിൻ പോളിയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. പിന്നെ ധ്യാന്റെ ഭയങ്കര നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓ, പുള്ളി സൂപ്പറായിരുന്നു. പുള്ളി സെക്കൻഡ് ഹാഫ് ആയിരുന്നു പുള്ളി വരുന്നത്. സെക്കൻഡ് ഹാഫ് തൊട്ട് പുള്ളി വെറും ഭയങ്കര സീനായിരുന്നു. പിന്നെ അല്ല, ഇത് വേറെ ലെവലായിരുന്നു. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭയങ്കര തമാശയായിരുന്നു. പുള്ളിക്കാരൻ വരുന്ന സീൻ മൊത്തം ഭയങ്കര കോമഡി ആയിരുന്നു. യെസ്, അതെ, അതായത് പറയുന്നുണ്ട്. നിങ്ങൾ പടം കണ്ടിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതെല്ലാം. നല്ല മൂവിയാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു മാജിക് തന്നെ പറയാം. പിന്നെ ധ്യാനും പ്രണവും കൂടിയുള്ള നല്ല കോമ്പിനേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി സൂപ്പറാണ്. നിവിൻ പോളിയുടെ ഒരു കംബാക്കാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. നല്ല മൂവി ഒന്നും പറയാനില്ല. ബേസിലാണെങ്കിലും ജോർഗീസ് ആണെങ്കിലും ഓരോരുത്തർ ചെറിയ ചെറിയ റോൾസിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. സോറി ഉണ്ട്. ഓരോ ക്യാരക്ടറിനും വാല്യൂ ഉണ്ട്. അങ്ങനെ ഓരോ സീനിൽ വരുന്ന ഇപ്പം നീരജ് മാധവ് അങ്ങനെയൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട് ഓരോ സീനിൽ. അതൊക്കെ നല്ല വാല്യൂ ഉള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ചെറിയ ചെറിയ സീനാണെങ്കിലും നമ്മൾ ആരാണ് വരുന്നത്, ആരാണ് പറയുമ്പോഴും ഇത് ആരാണ് വരുന്നത് എന്നുള്ളൊരു എന്താ പറയുക, ഒരു നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്തായാലും സൂപ്പർ മൂവി, പറയാതിരിക്കാൻ വയ്യ. ഏതാണ് ഹൃദയം? വേറൊരു ജോണർ മൂവി. ഇതെന്ന് വെച്ചാൽ 70s തൊട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെയുള്ള സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ 70s 80s 90s നമ്മൾ കണ്ട കുറേ ഡയറക്ടേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു കുറേ സ്ട്രഗ്ലിങ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അതെല്ലാം നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോറി പറയുമ്പോൾ. നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സൂപ്പർ മൂവി. എല്ലാവരും കണ്ടിരിക്കണം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കണം. ഉണ്ട്. മികച്ചത് എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രണവും ധ്യാനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കോമ്പിനേഷൻ സീൻസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ധ്യാൻ മേക്ക് ഓവർ ഉണ്ടല്ലോ, ഏജ്ഡ് ആയിട്ട് ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. അടിപൊളി. അടിപൊളി. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും കോമഡി ഉള്ളത്. സൂപ്പർ. സെക്കൻഡ് ഹാഫ് നമ്മൾ ത്രില്ലിംഗ് ആയിട്ടിരുന്ന് കാണും. സൂപ്പർ മൂവി. ഓക്കെ. നല്ല രസമായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ പോളി. பிரணவ் மோகன்லால் சார் ரெண்டு பேரும் அவருக்குள்ளே இருக்கிற கெமிஸ்ட்ரி വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് മലയാളം അറിയും, സോ അതുകൊണ്ട് ഇതും നിനക്കാണ്. ആക്ച്വലി ഐ എം ബേസിക്കലി ഫ്രം തമിഴ്നാട്. മഞ്ഞുമൽ ബോയ്സിൽ ഞാൻ ചെയ്തിരുന്നു. ഇതിലും ഒരു സീൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. சீரியஸ்லி இட்ஸ் அமேசிங் மூவி. ஒரு ஃப்ரெண்ட்ஷிப் மூவி ட்ரை பண்ணிட்டு இருக்கிற ஒரு பேக்ரவுண்டில் இருக்கிற எல்லாருக்குமே இதை கனெக்ட் ചെയ്യാൻ പറ്റും. നോർമൽ ലൈഫിലും ഇങ്ങനെ നമുക്കൊരു ഫ്രണ്ട് കിട്ടിയാൽ നന്നായിട്ടുണ്ടാവും എല്ലാവരും ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല മൂവി. ഫൺ ഫിൽഡായിട്ട് നിറയെ മൊമെൻറ്റ്സ് ഉണ്ട്, എമോഷണലായിട്ടും നിറയെ മൊമെൻറ്റ്സ് ഉണ്ട്. സോ ഡെഫിനറ്റായിട്ട് എല്ലാവരും ഇവിടെ തിയേറ്ററിൽ വന്നിട്ട് ഈ മൂവിയെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച്.